അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങളോടൊരു ഫാസിഖായ മനുഷ്യൻ വല്ല കാര്യവും വന്ന് പറഞ്ഞാൽ ഫതബയ്യനൂ, നിങ്ങൾ അതിന്റെ വിശദീകരണം ചോദിക്കണം. അവരോട് അതിനെക്കുറിച്ച് ചോദിക്കണം, നിങ്ങളിൽ എന്താണ് ഉണ്ടായത്. ഒരു ഭാഗം മാത്രം കേട്ടിട്ട് മറ്റൊരു ഭാഗത്തിനെ ഉപദ്രവിക്കുന്ന ഒരു കാര്യം അത് നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാരണ നമ്മുടെ നാടുകളിൽ ചെറിയ ഒരു കുട്ടി സംസാരിക്കണമെങ്കിൽ ആ കുട്ടിയെ പ്രസവിച്ചിട്ട് മാസങ്ങളും വർഷവും എടുക്കും, അല്ലെ? സാധാരണ ഒരു അക്ഷരം പറഞ്ഞ് അത് കൂട്ടി രണ്ടക്ഷരമാക്കി, ഉദാഹരണത്തിന് ഉമ്മ, ഉപ്പ, അല്ലാ, ഇങ്ങനെയുള്ള ഓരോരോ വാക്കുകൾ പറയണമെങ്കിൽ മാസങ്ങളും വർഷവും എടുക്കും. എന്നാൽ ചെറിയ കുട്ടിയായിരിക്കെ തന്നെ, തൊട്ടിൽ കിടക്കുന്ന ചോര പൈതലായിരിക്കെ തന്നെ ഈ ദുനിയാവിൽ സംസാരിച്ചു പോയ 4ഓളം കുട്ടികളുണ്ട്. അതിൽ ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. രണ്ടാമത്തത് ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിലൂടെ സംസാരിച്ച കുട്ടി. നമുക്കിന്ന് ആ വിഷയത്തിലേക്കാണ് വരാനുള്ളത്. ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിലൂടെ സംസാരിച്ച ആ കുട്ടിയുടെ സംഭവം. മൂന്നാമത്തത് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ കൊട്ടാരത്തിൽ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ കിങ്കരന്മാർ തിളക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയപ്പെട്ട മക്കളും മാതാവും അടങ്ങുന്ന കുടുംബം. ഓരോരോ മക്കളെ ആ മാതാവിന്റെ മുന്നിൽ നിന്നും പിടിച്ചിട്ട് തിളക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുകയാണ് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചതിന്റെ പേരിൽ. ആ സമയത്ത് ഏറ്റവും ചെറിയ കുട്ടിയെ എണ്ണയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ആ കിങ്കരന്മാർ പിടിക്കുന്ന സമയത്ത് ആ ഉമ്മ ഒന്ന് ഉൾവലിഞ്ഞു പോയി. ആ സമയത്ത് ആ ചെറിയ മുല കുടിക്കുന്ന കുട്ടി ഉമ്മാനോട് പറയുന്നു, ഉമ്മ, നിങ്ങൾ ബേജാറാവണ്ട, നമ്മൾ ഹക്കിന്റെ ഭാഗത്താണ്, നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുള്ളത് ഹക്കിന്റെ ഭാഗത്താണ്. അവർ നമ്മളെ കൊന്നുകളഞ്ഞോട്ടെ, അത് നമുക്ക് വിഷയമല്ല. അതുപോലെ തന്നെ നാലാമത്തത്, ബനി ഇസ്രായേലിൽപ്പെട്ട ഒരു ഉമ്മ ഒരു കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയത്ത് അവരുടെ മുന്നിലൂടെ ഒരു സുമുഖനായ സുന്ദരനായ ഒരു യുവാവ് നടന്നുപോയി. ആ സമയത്ത് ഈ ഉമ്മ നോക്കിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവിനോട്, പടച്ചോനെ, ആ യുവാവിനെ പോലെ എന്റെ ഈ മകനെ നീ ആക്കണേ റബ്ബേ. ആ സമയത്ത് ഈ കുട്ടി മുല കുടിക്കുന്നത് നിർത്തിയിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു അത്രേ, എന്നെ ആ യുവാവിനെ പോലെ നീ ആക്കരുത് റബ്ബേ എന്ന്. ഇങ്ങനെ 4 സംഭവങ്ങളാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്, ചെറിയ കുട്ടികൾ സംസാരിച്ചത്. ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് സംസാരിച്ച കുട്ടിയുടെ സംഭവമാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള 2 കാര്യവുമുണ്ട്. അതിലൊന്നൊരു മസ്അല കൂടിയാണ്. അത് ആ സന്ദർഭത്തിനനുസരിച്ച് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഈ ചരിത്രം മുഴുവനായും കേൾക്കുക, അതിലുള്ള പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ചരിത്രം എന്ന് പറയുന്നത് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ച ചരിത്രമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ചരിത്രം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് ബുഖാരിയിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ബനി ഇസ്രായേലിൽ ജുറൈജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ജുറൈജ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഏത് സമയത്തും അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു ആബിദായിരുന്നു. ഏത് സമയത്തും ഇബാദത്ത് ചെയ്യുകയായിരുന്നു മഹാനവറുകളുടെ പണി. അങ്ങനെ ഒരു ദിവസം മഹാനവറുകൾ വിചാരിക്കുന്നു, ഇനി എനിക്ക് ഇവിടെ വീട്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ നിന്നിട്ട് ഇബാദത്ത് ചെയ്താൽ ശരിയാവില്ല. അങ്ങനെ മഹാനവറുകൾ ഒരു മല കയറുകയാണ്. ആ മലയുടെ മുകളിൽ പോയിട്ട് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചെറിയ ഒരു കുടില് കെട്ടിയിട്ട് ആ കുടിലിനകത്ത് നിന്നിട്ട് അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ ഈ മകനെ കാണാൻ വേണ്ടി ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കുടിലിന്റെ അടുത്തേക്ക് വരികയാണ്. കുടിലിന്റെ അടുത്ത് വന്നിട്ട് ബഹുമാനപ്പെട്ടവരെ വിളിക്കുകയാണ്, ഓ ജുറൈജെ, ഒന്ന് വാതിൽ തുറക്കൂ. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ സുന്നത്ത് നിസ്കാരത്തിലായിരുന്നു. അവിടുന്ന് മഹാനവറുകൾ വിചാരിക്കുന്നു, ഞാൻ കൈ ഇളക്കിയിട്ട് ഉമ്മാക്ക് ഉത്തരം കൊടുക്കണോ അല്ല നിസ്കാരം പൂർത്തീകരിക്കണോ? ഇവിടെ ഒരു മസ്അലയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ സുന്നത്ത് നിസ്കാരത്തിലായിരിക്കെ നമ്മുടെ ഉമ്മ വന്ന് വിളിച്ചാൽ ആ സുന്നത്ത് നിസ്കാരത്തിൽ നിന്നും കൈ ഇളക്കിയിട്ട്
ഉമ്മാക്ക് മറുപടി കൊടുക്കണമെന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ടവർ വിചാരിച്ചു ഏതായാലും നിസ്കാരം പൂർത്തീകരിച്ചിട്ട് ഉമ്മാക്ക് മറുപടി കൊടുക്കാം. അങ്ങനെ മഹാനവറുകൾ നിസ്കാരം പൂർത്തീകരിച്ചു. വന്നിട്ട് വാതിൽ തുറക്കുമ്പോ ഉമ്മാനെ കാണാനില്ല, ഉമ്മ തിരിച്ചു പോയിരിക്കുന്നു. രണ്ടാമത്തെ ദിവസവും ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ അവിടെ കാണാൻ വേണ്ടി വന്നു. ഇതേപോലെ മഹാനവറുകളെ വിളിച്ചു. അന്നും മഹാനവറുകൾ നിസ്കാരത്തിലായിരുന്നു. നിസ്കാരം പൂർത്തീകരിച്ചു. വാതിൽ തുറന്നു നോക്കുമ്പോ ഉമ്മ തിരിച്ചു പോയിരിക്കുന്നു. മൂന്നാമത്തെ ദിവസവും ഇതേപോലെ സംഭവിച്ചപ്പോ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ആ ഉമ്മ ഈ മകനിക്ക് എതിരായിട്ട് ദുആ ചെയ്യുകയാണ്. ഉമ്മ വിചാരിക്കുന്നത് എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി എന്നോട് സംസാരിക്കാതിരിക്കുന്നതാണ് എന്നാണ്. അവിടുന്ന് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ച റബ്ബേ, എന്റെ മകനെ ഒരു വ്യഭിചാരിയായ സ്ത്രീയുടെ മുഖത്ത് നോക്കാതെ നീ മരിപ്പിക്കരുത് എന്നാണ്. എത്രത്തോളം ഭയാനകമായ ദുആയാണ്. ഒരു വേശ്യപ്പെണ്ണിന്റെ, വ്യഭിചാരിയായ പെണ്ണിന്റെ മുഖത്ത് നോക്കാതെ നീ മരിപ്പിക്കരുത് റബ്ബേ. ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഒരാൾക്കും ദുആ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് അല്ലാഹു തആല അത് സ്വീകരിക്കുകയാണെങ്കിൽ മക്കൾ കഷ്ടപ്പെടുന്നത് മാതാപിതാക്കൾ കാണേണ്ടി വരും. അതുപോലെ തന്നെ തിരിച്ച് മക്കൾ മാതാപിതാക്കൾക്കും ദുആ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, മരണപ്പെട്ടു പോയാലും ആ ഖബറിലേക്ക് ഉത്തരം കിട്ടുന്ന ഒരു ഇബാദത്ത് അത് മക്കളുടെ ദുആ മാതാപിതാക്കൾക്കാണ്. അപ്പൊ മക്കൾ മാതാപിതാക്കൾക്ക് ദുആ ചെയ്താലും മാതാപിതാക്കൾ മക്കൾക്ക് ദുആ ചെയ്താലും ചില സമയത്ത് അല്ലാഹു തആല ഉത്തരം നൽകും. അപ്പൊ ഏത് സമയത്തും നമ്മൾ ആർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെങ്കിലും, ഇത് മക്കളും മാതാപിതാക്കളും എന്ന് മാത്രമല്ല, ആർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിലും ഗുണത്തിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ഗുണത്തിന് ദുആ ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും ഉപദ്രവത്തിന് ദുആ ചെയ്യാൻ പാടില്ല, ഗുണദോഷത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ആ ഉമ്മ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു ഇവിടെ ഇബാദത്ത് ചെയ്യുന്നത് നാട്ടിലാകെ പാട്ടാവുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുകയാണ്. അതെവിടെയും അങ്ങനെയാണല്ലോ. ഒരു നല്ല കാര്യം വരുമ്പോ അതിനൊരു മറുഭാഗം ഉണ്ടാകും, അതായത് ശത്രുക്കൾ ഉണ്ടാകും. ആ ശത്രുക്കൾ കൂടിയിട്ട് ബഹുമാനപ്പെട്ടവരെ ചതിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനവർ തെരഞ്ഞെടുത്തതോ ആ നാട്ടിലുള്ള ഒരു വേശ്യയായ വേശ്യപ്പെണ്ണിനെ, ഒരു വ്യഭിചാരിയായ പെണ്ണിനെ അവർ ഒന്നിച്ചു കൂട്ടിയിട്ട് അവര് പറയുന്നു, നീ ഇന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ഇബാദത്ത് ചെയ്യുന്ന ജുറൈജിനെ ഒന്ന് പിഴപ്പിച്ചു തരണം. ആ സമയത്ത് അവൾ പറയുന്നു, അതൊക്കെ ഒരു നിസ്സാരമാണ്. അങ്ങനെ ആ പെണ്ണ് അർദ്ധനഗ്നയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു ആരാധന ചെയ്യുന്ന ആ കുടിലിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടുന്ന് ബഹുമാനപ്പെട്ടവരുമായി സംസാരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ അള്ളാഹു കൽബിലുള്ള ജുറൈജ് റളിയല്ലാഹു അൻഹുവിനിക്ക് എന്ത് പെണ്ണ്, എന്ത് അർദ്ധനഗ്ന. അവസാനം പരിപൂർണ നഗ്നയായിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇബാദത്ത് ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പിൽ നിന്നിട്ട് ഒരുപാട് ഡാൻസുകളും കോപ്രായങ്ങളും കാണിക്കുകയാണ്. പക്ഷേ ഈമാൻ കൽബിലുള്ള, അള്ളാഹുവിനെ പേടിയുള്ള ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ഒരു ലേശം അവളിലേക്ക് തെറ്റിപ്പോകുന്നില്ല. അങ്ങനെ ആ പെണ്ണ് പഠിച്ച പണി 18 നോക്കിയിട്ടും മഹാനവറുകളുടെ ഒരു ശ്രദ്ധ പോലും അവളിലേക്ക് തിരിക്കാൻ ആ പെണ്ണിന് കഴിയാതെ വന്നതുകൊണ്ട് ആ പെണ്ണിന് മഹാനവറുകളോട് ദേഷ്യം വർദ്ധിക്കുകയാണ്. ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ആ പെണ്ണ് അതേ മലഞ്ചെരുവിൽ ആടിനെ മേയിച്ചു കൊണ്ടിരുന്ന ഒരു ആട്ടിടയനുമായിട്ട് വ്യഭിചരിച്ചു. ആ വ്യഭിചാരത്തിൽ അവൾ ഗർഭിണിയായി. ആ വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയെ പ്രസവിച്ച ഉടനെ ആ കുട്ടിയെയും ചോരക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ശത്രുക്കളുടെ അടുത്തേക്ക് ഈ പെണ്ണ് പോവുകയാണ്. പോയിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ പറഞ്ഞ ആ ജുറൈജ് ഉണ്ടല്ലോ, ആ ജുറൈജിനെ ഞാൻ പിഴപ്പിച്ചു. ആ ജുറൈജിന്റെ കുട്ടിയാണിത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നാട്ടുകാരൊന്നടങ്കം ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കുടിലിലേക്ക് ഓടുകയാണ്. അത് സത്യമാണോ മിഥ്യയാണോ ഒരു നിമിഷം ചിന്തിക്കാൻ പോലും അവർ തയ്യാറായില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങളോടൊരു ഫാസിഖായ മനുഷ്യൻ വല്ല കാര്യവും വന്ന് പറഞ്ഞാൽ
ഫതബയ്യനൂ, നിങ്ങൾ അതിന്റെ വിശദീകരണം ചോദിക്കണം. അവരോട് അതിനെക്കുറിച്ച് ചോദിക്കണം. നിങ്ങളിൽ എന്താണ് ഉണ്ടായത്? ഒരു ഭാഗം മാത്രം കേട്ടിട്ട് മറ്റൊരു ഭാഗത്തിനെ ഉപദ്രവിക്കുന്ന ഒരു കാര്യം അത് നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ, അതൊന്നും മനസ്സിലാകാതെ ഇവർക്ക് വേണ്ടത് ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയെങ്കിലും ഫിത്നയാക്കണം. അങ്ങനെ ഇവര് വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ ആ കുടിലിനെ അങ്ങനെ തന്നെ അടിച്ച് തകർക്കുകയാണ്. തകർത്തിട്ട് ബഹുമാനപ്പെട്ടവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒരുപാട് മർദ്ദിക്കുകയാണ്. ഒരുപാട് മർദ്ദിച്ച് അവശനാക്കുമ്പോ ബഹുമാനപ്പെട്ടവർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ മർദ്ദിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ അടിക്കുന്നത്? അവർ ചോദിക്കുന്നത്, നിനക്കൊന്നും അറിയില്ലല്ലേ? മഹാനവറുകൾ പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ് അവിടെ. അവര് പറഞ്ഞു, ഈ കുട്ടിയെ വ്യഭിചരിച്ചിട്ട് അതിൽ നിനക്കൊരു കുട്ടി പിറന്നില്ലേ? ആ സമയത്ത് ജുറൈജ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളോട് ഞാൻ മറുപടി പറയാം, അതിനെനിക്കൊരു സമയം തരണം. ബഹുമാനപ്പെട്ടവർ വുളൂ ചെയ്തിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ആ ചോര പൈതലിനോട് മഹാനവറുകൾ ചോദിക്കുന്നു, മൻ അബൂക്ക്, കുട്ടി നിന്റെ ഉപ്പ ആരാണ്? ആ സമയത്ത് ഈ ചോര പൈതലായ കുട്ടി ആളുകളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് അവിടുന്ന് മറുപടി പറയുന്നു, നിങ്ങൾ എന്റെ ഉപ്പയല്ല, എന്റെ ഉപ്പ ഈ മലഞ്ചെരുവിൽ ആട്ടിന് മേയ്ക്കുന്ന ഒരു ആട്ടിടയനാണ്. ഇത് കേൾക്കുമ്പോ ആ അടിച്ച മുഴുവൻ ആളുകളും മഹാനവറുകളെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയാണ്. അവര് പറയുന്നു, ഞങ്ങൾക്കറിയില്ലായിരുന്നു ജുറൈജെ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണം. നിങ്ങളുടെ ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ കുടിലിന് പകരം ഞങ്ങൾ സ്വർണം കൊണ്ട് ഞങ്ങൾ അവിടെ ഒരു കുടിലുണ്ടാക്കി തരാം. അങ്ങനെ തന്നെയാണ് ഹദീസിൽ പറയുന്നത്, സ്വർണം കൊണ്ട് ഞങ്ങൾ കുടിലുണ്ടാക്കി തരാം. മഹാനവറുകൾ പറയുന്നു, വേണ്ട, ഞാൻ ദുനിയാവ് ആഗ്രഹിച്ചവനല്ല, എനിക്ക് ആ പഴയ രൂപത്തിലുള്ള മണ്ണ് കൊണ്ടുള്ള ഒരു കുടിൽ അവിടെ ഉണ്ടാക്കി തന്നാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് കളിമണ്ണ് കൊണ്ടുള്ള ഒരു കുടില് അവിടെ പണിതു കൊടുക്കുകയും ബഹുമാനപ്പെട്ടവർ അതിൽ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് കൊണ്ട് അല്ലാഹു തആല ചോരക്കുഞ്ഞിനെ അവിടെ വെച്ച് സംസാരിപ്പിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്താണ്? ആരെങ്കിലും ഒരാളെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ അതിൽ സത്യം എന്താണ്, അതിൽ മിഥ്യ എന്താണ്, അത് കണ്ടെത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, മുഴുവനും കുറ്റക്കാരനാക്കിക്കൊണ്ട് നമ്മൾ സ്വയം വിധി എഴുതുകയാണ്, അദ്ദേഹം തെറ്റുകാരനാണ്. എന്നാൽ അല്ലാഹു തആല പറഞ്ഞത്, ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ ഒരാളോടും ഒന്നും ചെയ്യാൻ പാടില്ല, മറ്റേ ഭാഗവും കൂടെ നിങ്ങൾ കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ സ്വഭാവം നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.